പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഒരു കുട്ടിക്കഥ കേൾക്കാം. അവതരിപ്പിക്കുന്നത് ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. പിന്റുവിന്റെ കൗശലം. പിങ്കിക്കാക്കയും പിന്റുകാക്കയും കൂട്ടുകാരാണ്. നഗരമധ്യത്തിലെ പാർക്കിന്റെ മുന്നിലുള്ള മരത്തിലാണ് അവരുടെ താമസം. നഗരം മുഴുവനും ചുറ്റിക്കറങ്ങുക അവർ പതിവാക്കിയിരുന്നു. എത്ര വലിയ വെയിലത്തും തളരാത്ത ശക്തിയുമായി അവർ ആ നഗരത്തിന്റെ മുക്കും മൂലയും കൊത്തിപ്പെറുക്കും. ആ കാക്കകൾക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലവും അന്നാട്ടിലില്ല. ഒരു ദിവസം പതിവ് പോലെ നഗരം ചുറ്റിക്കറങ്ങിയ അവർക്ക് വല്ലാത്ത ദാഹം തോന്നി. പിങ്കിപ്പെണ്ണേ, മണ്ടിപ്പെണ്ണേ, ദാഹിച്ചെന്റെ തൊണ്ടയോ, വിണ്ടുകീറി പോകുന്നല്ലോ, തുള്ളിവെള്ളം കാണുന്നില്ല. പിന്റുകാക്ക പറഞ്ഞു. ഇത് കേട്ട പിങ്കി അവൾക്ക് ദൂരെ മരച്ചോട്ടിലിരിക്കുന്ന 2 മൺകുടങ്ങൾ കാട്ടിക്കൊടുത്തു. കണ്ടില്ലേടി പിന്റുക്കുട്ടി, മൺകുടങ്ങൾ 2 ഉണ്ടല്ലോ, ഒന്നിലിതാ പാതിയുണ്ട് ദാഹം തീർക്കാനുള്ള വെള്ളം. ദാ നോക്ക്, ആ മരച്ചോട്ടിലിരിക്കുന്ന കുടം കണ്ടില്ലേ? അതിൽ നിറയെ വെള്ളമുണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. ഇനി പണ്ടത്തെ മുത്തശ്ശിക്കാക്ക ചെയ്ത സൂത്രം തന്നെ പയറ്റി നോക്കാം. പിങ്കി സാവധാനം ചെറിയ ചെറിയ കല്ലുകൾ പെറുക്കി കുടത്തിലിട്ടു. ദാഹം തീർക്കാൻ വെള്ളം വേണ്ടേ? ബുദ്ധിപൂർവം ചെയ്യ പെണ്ണേ. എടി പിന്റു, വേഗം കുറച്ച് കല്ലുകൾ പെറുക്കി കുടത്തിലിട്. അങ്ങനെ വെള്ളം പൊങ്ങി വന്നാൽ നമുക്ക് ദാഹം തീർക്കാം എന്ന് പറഞ്ഞ് പിങ്കി കൂട്ടുകാരിയെ ക്ഷണിച്ചു. പിന്റു അത് കേട്ട ഭാവം നടിച്ചില്ല. അവൾ ഒന്നും മിണ്ടാതെ എങ്ങോട്ടോ പറന്നു നീങ്ങി. പിങ്കി തൻ്റെ പരിശ്രമം തുടരുകയും ചെയ്തു. പറന്നുപോയ പിന്റു വന്നത് കൊക്കിൽ ഒരു സ്ട്രോയുമായാണ്. ഏതോ ബേക്കറിക്ക് മുന്നിൽ കിടന്നിരുന്ന സ്ട്രോ കൊത്തിയെടുത്ത് അവൾ കുടത്തിന് സമീപത്തെത്തി. 2ാമത്തെ കുടത്തിന്റെ അടിയിൽ വളരെ കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൗശലക്കാരിയായ പിന്റു സ്ട്രോ ഉപയോഗിച്ച് വെള്ളം വലിച്ചു കുടിച്ചു. പിന്റുവിന്റെ ബുദ്ധി കണ്ട പിങ്കി അന്തം വിട്ട് വാ പൊളിച്ചിരുന്നു. കാലം മാറും നേരം നോക്കി കോലം നമ്മൾ മാറ്റിടണം, പഴഞ്ചൻ വിദ്യകൾ കൊണ്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്റു പറന്നകന്നു. കൂട്ടുകാരിയുടെ ന്യൂ ജനറേഷൻ വിദ്യ കണ്ട പിങ്കിക്കാക്കയ്ക്ക് ബഹുമാനം തോന്നി. അവളും സ്ട്രോ ഉപയോഗിച്ച് വെള്ളം വലിച്ചു കുടിച്ചു. എന്നിട്ട് കൂട്ടുകാരി പോയ ദിശ നോക്കി പറന്നു. എങ്ങനെയുണ്ട്? കഥ ഇഷ്ടമായി? ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അവതരിപ്പിച്ച കുട്ടിക്കഥയാണ് നിങ്ങൾ കേട്ടത്.